I don't think I'll be able to do it. കേരളത്തിന്റെ ഭാവി കോഴിക്കോട് തീരുമാനിക്കും. കാലിക്കറ്റിന് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യമില്ലായിരുന്നു. That's a personal choice. എന്തുകൊണ്ട് നിലമ്പൂർ എന്നുള്ളൊരു ഇന്നലെ രാവിലെ നമ്മൾ കേരള എക്കണോമിക് ഫോറത്തിന്റെ ഈ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇനാഗുറേഷൻ ഫസ്റ്റ് ഇൻട്രഡക്ടറി സ്പീച്ചിന്റെ സമയത്ത് ഡോക്ടർ അംജദ് വഫ നമുക്കൊരു അദ്ദേഹത്തിന്റെ ഒരു ഐക്കോണിക് സ്റ്റൈലിൽ ഒരു സ്പീച്ച് ഡെലിവർ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കേട്ടവർക്ക് മനസ്സിലാവും. ആ സ്പീച്ചിന് ശേഷം അദ്ദേഹം ഈ ഓഡിറ്റോറിയത്തിനുള്ള ഒരു മൂഡ്, ഒരു വൈബ് സെറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം ഇറങ്ങിപ്പോയത്. നമ്മൾ കേരള സ്റ്റാർട്ടപ്പ് ഫെസ്റ്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും ഇവിടുത്തെ ടേക്ക് അവേ എന്താണെന്നുള്ളതും എന്തിനു വേണ്ടിയാണ് നമ്മളിത് തുടങ്ങിയത് എന്നുള്ളത് തുടങ്ങിയതിന് ശേഷം നമുക്കൊരു ഫീൽ ഗുഡും കൂടെ തന്നതിന് ശേഷമാണ് അദ്ദേഹം ഇറങ്ങിപ്പോകുന്നത്. നമ്മളെല്ലാവരും ഒരുപോലെ ആ സ്ലോഗൻ ആവർത്തിച്ച് പറയുകയുണ്ടായി, കേരളത്തിന്റെ ഭാവി കോഴിക്കോട് തീരുമാനിക്കുമെന്നും. അതിനുശേഷം 1.5 ദിവസത്തിന് ശേഷം ഇപ്പോഴാണ് നമ്മളൊന്ന് കോഴിക്കോടിനെ പറ്റി സംസാരിക്കാൻ പോകുന്നത്. ആ മൂഡിലേക്ക് എല്ലാവരും തിരിച്ചു വരണമെന്ന് ഞാൻ ആദ്യം തന്നെ വിനീതമായി റിക്വസ്റ്റ് ചെയ്യാണ്. കോഴിക്കോടിനെ പറ്റി പറയാനും സംസാരിക്കാനും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഒരു ഫീലാണ്, ഒരു ഇമോഷനാണ്. നമ്മൾ റീൽസ് കാണുമ്പോഴാണെങ്കിലും ശരി, നമ്മൾ മറ്റുള്ള ഡിസ്ട്രിക്റ്റിലെ ആളുകളോട് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ് ഡിബേറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും ശരി, കോഴിക്കോട് എന്ന് പറഞ്ഞ നമുക്കൊരു പ്രത്യേക മൂഡ് നമുക്ക് എപ്പോഴും ഉണ്ടാവും. നമ്മൾ കേരളത്തിന്റെ ഭാവി കോഴിക്കോട് തീരുമാനിക്കുമെന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചു കാലം പുറകോട്ട് സഞ്ചരിച്ചാൽ, ഒരു 10, 15, 20 വർഷങ്ങൾ പുറകിൽ സഞ്ചരിച്ച് നമ്മൾ ഇന്ന് കാണുന്ന ഭാവിയിലേക്ക് നോക്കുമ്പോൾ ഇന്ന് കാണുന്ന കോഴിക്കോടിന്റെ മുഖച്ഛായ മാറ്റിമറിച്ച, ഇന്ന് കാണുന്ന കോഴിക്കോടിന്റെ ഭാവി മാറ്റിമറിച്ച ഒരു പ്രൈം ബ്രാൻഡ്, നമ്മൾ കോഴിക്കോടിന്റെ സ്വന്തം ഹൈലൈറ്റ് എന്ന ആ ബ്രാൻഡിന്റെ CEO ആണ് ഇന്ന് നമ്മളുടെ കൂടെ. ഇന്ന് ഈ നിമിഷം നിന്നുകൊണ്ട് കോഴിക്കോടിൽ നിന്നുകൊണ്ട് നമ്മൾ ഗ്ലോബലി എങ്ങനെ സ്കെയിലപ്പ് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് നമ്മളോട് സംസാരിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഹൈലൈറ്റ് ഗ്രൂപ്പിന്റെ ഒരു ഗ്ലോബൽ എക്സ്പോഷേഴ്സ്, അതുപോലെ തന്നെ കേരളത്തിൽ നമ്മൾ ഒന്നടങ്കം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ക്യാപിറ്റൽ ഇന്റൻസീവ് ആയിട്ടുള്ള ഹൈ പ്രൊജക്ടുകൾ ഇംപ്ലിമെന്റ് ചെയ്ത് സക്സസ് ആക്കിയ ഒരു ബ്രാൻഡ് എന്ന നിലയ്ക്ക്, അതുകൂടാതെ നമ്മൾ ഇന്നത്തെ ഒരു ഗ്ലോബൽ എക്കണോമിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾ എക്കണോമിസ്റ്റ് ആർ സെയിങ് വേൾഡ് ഈസ് ലുക്കിംഗ് ടു ഇന്ത്യ. ഇത്തരം ഒരു സാഹചര്യത്തിൽ കേരളം അല്ലെങ്കിൽ എസ്പെഷ്യലി കോഴിക്കോട് പോലത്തെ ഒരു സിറ്റിക്ക് എന്തൊക്കെ ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളത്? Good afternoon. Hi. എനിക്ക് തോന്നുന്നു ഫസ്റ്റ്ലി ഇത് ആൻസർ ചെയ്യുന്നതിന് മുന്നേ I would like to appreciate the organizers of this event. കാരണം ഇങ്ങനത്തെ എനിക്ക് തോന്നുന്നു ഇവിടെ വരുന്നത് വരെ ഈ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിനെ പറ്റി ശരിക്കും ഒരു ധാരണ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇന്ന് ഇവിടെ വന്ന് ഇതിൻ്റെ വെന്യൂലേക്ക് കടന്ന ആ എൻട്രി മുതൽ ഇവിടെ ഇരിക്കുന്നത് വരെ ശരിക്കും ഐ എം വെരി ടോട്ടലി സർപ്രൈസ്. കാരണം ഇങ്ങനത്തെ ഒരു സ്റ്റാർട്ടപ്പ് ഫെസ്റ്റ് ഞങ്ങൾ പറയുന്നു, ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുള്ളി ഓർഗനൈസ്ഡ്, അതും ഞാൻ നോക്കുമ്പം എല്ലാം യങ്സ്റ്റേഴ്സാണ്, എല്ലാം ചെറിയ എന്താ പറയുക യങ്സ്റ്റേഴ്സാണ് ഇതിൻ്റെ ബാക്കിൽ നിൽക്കുന്നതും ഓർഗനൈസ് ചെയ്യുന്നതും അങ്ങോട്ട് എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതും എല്ലാം യങ്സ്റ്റേഴ്സാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ അത് ഐ തിങ്ക് ഫസ്റ്റ്ലി ഐ മസ്റ്റ് അപ്രീഷിയേറ്റ് ദാറ്റ് ദി ഓർഗനൈസേഴ്സ് ബിഹൈൻഡ് ദിസ് ഇവന്റ് ഫോർ ബ്യൂട്ടിഫുള്ളി ഓർഗനൈസിങ് ആൻഡ് എക്സിക്യൂട്ടിംഗ് ദിസ് ഇവന്റ് ഓഫ് ദിസ് സ്കെയിൽ. കാരണം ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെറിയ കാര്യമില്ല. ആൻഡ് സെക്കൻഡ് തിങ്, ഐ വാസ് വെരി സർപ്രൈസ് വിത്ത് ദ പ്രീവിയസ് സെഷൻ, ജാം സെഷൻ. ഞാൻ പറയുന്നത്, നമ്മൾ ഇപ്പോൾ പറയുന്നത് ഈ അതിൻ്റെ ഒരു 10-1 കോൺഫിഡൻസ് എങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു എന്നോടൊപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേപ്പർ എടുത്തിട്ട് ഇവിടുന്ന് ഒരു 1 മിനിറ്റ് സംസാരിക്കണം, അത് ഇങ്ങനത്തെ ഒരു ക്രൗഡിന് മുന്നേ സംസാരിക്കും. ഐ ഡോണ്ട് തിങ്ക് ഐ വിൽ ബി ഏബിൾ ടു ഡു ഇറ്റ്. അപ്പം അത് ഐ മസ്റ്റ് അപ്രീഷിയേറ്റ് ഓൾ ദി സ്റ്റുഡൻസ്. ഐ തിങ്ക് ദർ സ്റ്റുഡൻസ്, അപ്പം ദ ലൈഫ് സ്കൂൾ സ്റ്റുഡൻസ്. ഓക്കെ, അപ്പം അവരെയും ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ അത് ഇവിടെ നിന്നാലേ മനസ്സിലാവുള്ളൂ ആ ഒരു കോൺഫിഡൻസ് എന്നുള്ളത്. അതും എനിക്ക് തോന്നുന്നു ഇത് ഈ മേ ബി ഐ എം വെരി എന്താ പറയുക സർപ്രൈസ് വിത്ത് ദി ഇനീഷ്യേറ്റീവ്സ് ബൈ ദി ലൈഫ് സ്കൂൾ, കാലിഫ് ലൈഫ് സ്കൂൾ. അപ്പം എനിക്ക് എന്താ ഒരു ഓപ്പർച്യൂണിറ്റി തരികയാണെങ്കിൽ ഐ വിൽ ഡെഫിനറ്റ്ലി വിസിറ്റ് ദ സ്കൂൾ. ഐ വോണ്ട് ടു നോ മോർ അബൌട്ട് ദി സ്കൂൾ. ഇങ്ങനത്തെ സച്ച് ഇനീഷ്യേറ്റീവ്സ് എടുക്കുന്നതിന് എന്തായാലും അപ്രീഷിയേറ്റ് ചെയ്യണം. ആൻഡ് കമ്മിങ് ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ, ഗ്ലോബൽ സ്കെയിലേക്ക് എങ്ങനെയാണെന്നുള്ളത്, ഇപ്പം എല്ലാവരും പറഞ്ഞു കോഴിക്കോട് ബ്രാൻഡാണ് എന്നൊക്കെ ഉള്ളത്. അത് ഭയങ്കര അഭിമാനം തരുന്ന ഒരു കാര്യമാണ്. നമ്മളിപ്പം ഒരു ഗ്ലോബൽ ബ്രാൻഡ് എന്നുള്ളതിനേക്കാളും അറിയപ്പെടുന്നതിനേക്കാളും എപ്പോഴും ഇഷ്ടം കേരളത്തിൽ നിന്നുണ്ടായ ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ കോഴിക്കോട് എന്നുള്ള ഒരു ബ്രാൻഡ് എന്നുള്ളത് എന്ന് അറിയപ്പെടാനാണ് നമുക്കും താല്പര്യം, നമുക്ക് ഇഷ്ടം. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഓരോ പ്രോജക്ട്സ് കൊണ്ടുവരുന്നത്. ആൻഡ് കോഴിക്കോടിൻ്റെ ഗ്ലോബൽ സ്കെയിലേക്ക് എങ്ങനെയെന്നുള്ളതും പറഞ്ഞു. ഇപ്പം നമ്മളും എയിം ചെയ്യുന്ന അതാണ്. ഇവിടുന്ന് എന്താ പറയുക, അങ്ങനത്തെ ഒരു ഗ്ലോബൽ വേൾഡ് ക്ലാസ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് കൊണ്ടുവരാം. കാരണം ഞങ്ങളൊരു ബിൽഡറാണ്, ബേസിക്കലി വി ആർ ഇൻ ടു റിയൽ എസ്റ്റേറ്റ് ആൻഡ് എ ബിൽഡർ. അപ്പം നമുക്ക് അതേ ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ്സ് അവർ എക്സ്പെർട്ടീസ് ഓൾസോ. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നല്ല വേൾഡ് ക്ലാസ് ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവരാന്നുള്ള അതാണ് ഞങ്ങൾ എയിം ചെയ്യുന്നതും. അങ്ങനെ അതാണ് ഞങ്ങൾ ഓരോ പ്രോജക്റ്റും ഡിഫറെൻറ്റ് പ്രോജക്ട്സ് കൊണ്ടുവരുന്നത്. അതാണ് ലൈക്ക് ദി ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ ഫോക്കസ് മോൾ തുടങ്ങി. അതിന് മുന്നേ നമുക്ക് ഒരുപാട് ഡിഫറെൻറ്റ് പ്രോജക്ട്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് ഇൻ കേരള. അങ്ങനെ ഒരുപാട് പ്രോജക്ട്സും ഇനി വരാനും പോകുന്നുണ്ട്. ഓക്കെ, കോഴിക്കോട് പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ ഒരു സമയത്ത് വാണിജ്യ നഗരമായിരുന്നു. നമ്മളൊരു കുറിപ്പ് വായിച്ച് കേട്ടിട്ടുണ്ട്, വാസ്കോഡഗാമ വഴിതെറ്റി വന്നതല്ല കോഴിക്കോട് എന്നുള്ളത്, അന്വേഷിച്ച് കണ്ടെത്തി വന്നതാണ് എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ നമ്മൾ ചരിത്രകാലം തൊട്ട് തന്നെ
റിസ്ക് എടുക്കാൻ കുറച്ച് മലബാറുകാർക്ക് കുറച്ചൊരു അപ്പറ്റേറ്റ് കൂടുതലാണെന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു റിസ്ക് അപ്പറ്റേറ്റ് കൂടുതലാണ്. അപ്പൊ ജോലി ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് പോകുന്ന കാലഘട്ടം ആണെങ്കിലും ശരി, ഇപ്പോൾ കുറച്ചുകൂടി ഈസി ആക്സസ് ഉണ്ട്. കുറച്ച് മുന്നിട്ട കാലഘട്ടമാണെന്നുണ്ടെങ്കിൽ ജോലി തേടിയിട്ടും അതുപോലെ തന്നെ ബിസിനസ് ആവശ്യങ്ങൾക്കൊക്കെ യാത്ര ചെയ്യാനും ഒരു വിമുഖത കാണിച്ചിട്ടില്ല. ആ ഒരു റിസ്ക് എടുക്കാനുള്ള ഒരു സ്ട്രെങ്ത് മുന്നേ നമ്മളെ ബ്ലഡിലൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് പോകുന്ന ആളുകൾ മാത്രമല്ല, അതേസമയം ജോലിക്ക് പോകുന്ന ആളുകളാണെങ്കിൽ, വിദേശത്തേക്ക് ജോലിക്ക് പോകുന്ന ആളുകളാണെങ്കിലും ശരി, അവരുടെ ഫാമിലിക്കും അവരത് സാക്രിഫൈസ് ചെയ്യാൻ റെഡിയാണ്. അവർ ഒരു 1-2 വർഷം ആ റിസ്ക് എടുക്കാൻ അവരും റെഡി. ആ ഒരു വില്ലിങ്നെസ്സിൻ്റെ ഒരു സ്ട്രെങ്ത് നമ്മുടെ ബ്ലഡിൽ എല്ലാ സമയത്തും ഉണ്ടായിരുന്നു. അപ്പം അത്തരമൊരു സ്ട്രെങ്ത് ഹൈലൈറ്റിന്റെ ഈ ഗ്രോത്ത് ജേണിയിൽ എങ്ങനെയെങ്കിലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ, ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? അതുപോലെ തന്നെ നമ്മൾ ഈ മലബാറിന്റെ ഈ ഒരു സ്ട്രെങ്ത് ഇപ്പം ആസ്പിരൻസ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പ് ആളുകൾക്ക് എങ്ങനെയാണ് ഉപയോഗപ്പെടുത്താൻ സാധിക്കുക? ആസ് യു സെഡ്, നമ്മളെ പ്രത്യേകിച്ച് നമ്മളെ ഈ ആൾക്കാർ ഈ റീജിയനിൽ ഞാൻ കുറച്ചും കൂടെ കണ്ടിട്ടുണ്ട് ഈ റിസ്ക് ആപ്പിറ്റൈറ്റ്. ശരിയാണ്, അത് പറഞ്ഞ 100% ശരിയാണ്. റിസ്ക് ആപ്പിറ്റൈറ്റ്, അതായത് എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെറുപ്പം മുതൽ നമ്മൾ ചുറ്റും കാണുന്നതുകൊണ്ടായിരിക്കും. ദ ഈക്കോ സിസ്റ്റം വി ഹാവ്. ആൻഡ് ഇപ്പോൾ ഇരിക്കുന്ന ഈ ഹാളിൽ ഇരിക്കുന്ന ആൾക്കാരെന്ന് നോക്കി കഴിഞ്ഞാൽ, നേരത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചല്ലോ എത്ര പേര് കോഴിക്കോട് നിന്നുണ്ടെന്നുള്ളതോ പുറത്തുനിന്നുള്ള ആൾക്കാർ. അപ്പം മെജോറിറ്റി എനിക്ക് തോന്നുന്നത് കോഴിക്കോട് പുറത്തുനിന്ന് വന്ന ആൾക്കാരാണ്. അപ്പം എല്ലാവരും ഈ ഹാളിൽ ഇരിക്കുന്ന എല്ലാവരും റിസ്ക് എടുത്ത ആൾക്കാരാണ്. ഐ എം ഷുവർ ദാറ്റ് സംഭവം ദി അതർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി എവറിബഡി ഈസ് പാർട്ട് ഓഫ് എൻ എന്റർപ്രൈസ്, അല്ലേ? അത് ഇവിടെ ഇരിക്കുമല്ലോ, ഈ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിന് വരുന്നുണ്ടാവില്ലല്ലോ. അപ്പം അതാണ് ആ റിസ്ക് എടുക്കാനുള്ള ആപ്പറ്റൈറ്റ് എന്തോ ചുറ്റുള്ള ആൾക്കാരെടുത്ത് നിന്ന് നമുക്ക് കണ്ട് നമുക്കും എന്തെങ്കിലും ആവണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടെ ആയിരിക്കും. അതായിരിക്കും ചിലപ്പം. പ്ലസ് എനിക്ക് തോന്നുന്നു ആ ഒരു ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ട് അതായിരിക്കും. കാരണം ഫാമിലി, എസ്പെഷ്യലി ദ പേരൻസ് ഒക്കെ ആണെങ്കിലും കുറച്ചുകൂടെ സാക്രിഫൈസ് ചെയ്തിട്ട് എനിക്ക് കിട്ടാത്ത അവസരങ്ങൾ അവർ യൂട്ടിലൈസ് ചെയ്ത് നോക്കട്ടെ എന്നുള്ള കുറച്ചുകൂടെ പുഷ് ചെയ്യാനും റെഡിയാണെന്ന് തോന്നും. പിന്നെ ഞാൻ പറഞ്ഞ ചുറ്റുള്ള ആൾക്കാർ, ഐ മീൻ ജസ്റ്റ് ലൈക്ക് ഹൗ ഇറ്റ് സേസ്, ഐ മീൻ നമ്മളെ ചുറ്റുള്ള ആൾക്കാർ ആയിരിക്കും യു ആർ ദി ആവറേജ് ഓഫ് ദി 5 പീപ്പിൾ അറൗണ്ട് യു എന്നുള്ളത് ശരിയാണ്. അതെന്നായിരിക്കും മലബാറിന്റെ ഒരു എന്റർപ്രൈസിൽ കുറച്ചും കൂടെ കൂടുതൽ മുന്നേക്ക് വരുന്നത്. അതെന്നായിരിക്കും അത്. സ്പെഷ്യലി നമ്മളെ ബിസിനസ് പാർക്കിൽ, നമ്മളൊരു ബിസിനസ് പാർക്കിൽ, ഹൈലൈറ്റ് ബിസിനസ് പാർക്കിൽ വന്ന് ചുറ്റും കാണാൻ പറ്റും അതിൻ്റെ ഒരു വൈബും. ഏത് സമയത്ത് 24/7 ഏത് സമയത്ത് വന്നാലും, ഈവൻ പുലർച്ചയ്ക്ക് വന്നാൽ പോലും അവിടെ ഇരുന്ന് ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഒരു കൾച്ചർ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കും തോന്നും വൈ ഡോണ്ട് ഐ എൻറ്റർ ടു ദിസ് ഓൺടർപ്രണർഷിപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാനുള്ളൊരു ആഗ്രഹം തീർച്ചയായും വരും. അതെന്ന് എനിക്ക് തോന്നുന്നു നമ്മളെ മലബാറുകാരുടെ പ്രത്യേകത. നമ്മൾ കോഴിക്കോട്ടുകാരുടെ ഒരു പ്രത്യേകത, നമ്മൾ ഒരു കൾച്ചറൽ ഡിഫറെൻ്റ് ഉള്ളൊരു ഡിസ്ട്രിക്റ്റ് ആണ്. നമ്മൾ ഈസിലി അഡാപ്റ്റ് ചെയ്യും, നമ്മൾ ഗ്രോ ചെയ്യാൻ റെഡിയാണ്, നമ്മൾ അക്കോമഡേറ്റ് ചെയ്യാൻ റെഡിയാണ്, കണക്ട് ചെയ്യാൻ റെഡിയാണ്. ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ഭാഷയും സംസാരിക്കും. നമ്മൾ ഹിന്ദിക്കാരോട് ഹിന്ദിയിൽ സംസാരിക്കും, തമിഴന്മാരോട് തമിഴിൽ സംസാരിക്കും, വേണ്ടി വന്ന ഇംഗ്ലീഷ് സംസാരിക്കും, നേറ്റ കൈക്ക് വേണമെങ്കിൽ അറബി ഒന്ന് ട്രൈ ചെയ്യും. അതാണ് നമ്മളൊരു കീപ്പ് ഓൺ ലേണിംഗ് ആ ഒരു ഇതിലാണുള്ളത്. അത് നമ്മുടെ ഒരു കോഴിക്കോടിൻ്റെ ഒരു ഡെമോഗ്രാഫിക് പൊസിഷനിങ്ങും ഒരുപാട് നമ്മൾ ഈ കൾച്ചറൽ ഡിഫറൻസ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നോക്കുന്ന സാഹചര്യത്തിൽ വേൾഡ് ട്രേഡ് സെന്റർ പോലെയുള്ളൊരു അത്രയും ഹ്യൂജ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു പ്രൊജക്ട് കോഴിക്കോട് പോലുള്ള ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഈ ഒരു ഡെമോഗ്രാഫിക്, നമ്മളൊരു കൾച്ചറൽ ഈ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ എത്രത്തോളം ഹൈലൈറ്റിന് ഒരു കോൺഫിഡൻസ് നൽകുന്നുണ്ട്. നമ്മളുടെ ഈ ഒരു പൊസിഷനിങ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലത്തെ ഒരു വലിയൊരു പ്രൊജക്ട് ഇവിടെ കൊണ്ടുവരുന്നതിൽ കുറച്ചും കൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ഒഫീഷ്യലി ലോഞ്ച് ചെയ്തിട്ടില്ലെങ്കിലും വേൾഡ് ട്രേഡ് സെന്ററിനെ പറ്റിയിട്ട് അതും ഒന്ന് ബ്രീഫായിട്ട് പറയാൻ പറ്റിയാൽ കുറച്ചുകൂടെ നന്നാവും. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് റീസൺ ടു ബ്രിങ് സച്ച് എ വേൾഡ് ക്ലാസ് പ്രോജക്ട് ടു കാലിക്കറ്റ് ഇസ് പ്യുവർലി ബിക്കോസ് കോഴിക്കോടിനോടുള്ള ഇഷ്ടം മാത്രം, അല്ലെങ്കിൽ കേരളത്തിനോടുള്ള ഇഷ്ടം മാത്രം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് അത്രയും വലിയൊരു പ്രോജക്റ്റ് മേ ബി ബാംഗ്ലൂരോ അല്ലെങ്കിൽ ചെന്നൈയിലോ ബോംബെയിലൊക്കെ കൊണ്ടുവരാൻ പറ്റും. പക്ഷേ വി വോണ്ട് ടു ബ്രിങ് ദാറ്റ് വേൾഡ് ക്ലാസ് ഇൻഫ്രാസ്ട്രക്ചർ ടു കേരള, സ്പെഷ്യലി കോഴിക്കോട്. കാരണം ഒന്ന് WTC എന്ന് പറഞ്ഞു, വേൾഡ് ട്രേഡ് സെന്റർ, why it is the world class infrastructure and large scale project എന്ന് പറയുന്നത്, it is indeed the വേൾഡ്സ് ലാർജസ്റ്റ് WTC നമ്മൾ കൊണ്ടുവരുന്നത്. ഇപ്പം ന്യൂയോർക്കിലുള്ള WTC-നേക്കാൾ കൂടുതൽ വലുപ്പമുള്ള ഒരു സ്കെയിലാണ് നമ്മൾ കോഴിക്കോട് പോലത്തെ ഒരു സിറ്റിയിൽ നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കോൺഫിഡൻസ് തന്നെയാണ്. ഒരിക്കലും നമ്മൾ കോൺഫിഡൻസ് ഇല്ലാതെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇതില്ലാതെ ഇത്രയും വലിയൊരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യില്ലല്ലോ. അതിൻ്റെ വെരി കോൺഫിഡൻറ്റ് ദാറ്റ് വി ക്യാൻ പുൾ ഇറ്റ് ഓഫ്. കാരണം ചുറ്റുള്ള ഇപ്പോൾ ബാംഗ്ലൂരോ ഹൈദരാബാദോ, ഇപ്പോൾ റീസെൻറ്റ് പറയുകയാണെങ്കിൽ ഹൈദരാബാദാണ് ഏറ്റവും ഒരു ഹോട്ട്സ്പോട്ട് ആയിട്ടുള്ള ഇങ്ങനത്തെ ഒരു കമ്പനീസിൻ്റെ ഹോട്ട്സ്പോട്ട് സ്പേസസ് ഹൈദരാബാദ്. അപ്പം എന്തുകൊണ്ടാണ് ഹൈദരാബാദും ബാംഗ്ലൂർ ഇങ്ങനെ ആയത്? ഒരു 10, 15, 20 കൊല്ലം മുന്നേ നോക്കുന്ന ബാംഗ്ലൂർ, ഇന്ന് കാണുന്ന ബാംഗ്ലൂർ എത്രയോ ഡിഫറൻസ് ഉണ്ട്. ഹൈദരാബാദ് നോക്കണ ഒരു 5 years ബാക്കുള്ള ഹൈദരാബാദ് അല്ല ഇന്ന് കാണുന്ന ഹൈദരാബാദ്. ഇതേപോലത്തെ ഒരുപാട് പേരെ എഫേർട്ട് കൊണ്ടാണ്, കളക്റ്റീവ് എഫേർട്ട് കൊണ്ടാണ് ശരിക്കും ഇന്ന് കാണുന്ന ഹൈദരാബാദോ ബാംഗ്ലൂരോ ബോംബെക്കോ ആയിട്ടുള്ളത്.
അപ്പോൾ വൈ നോട്ട് കാലിക്കറ്റ്, വൈ നോട്ട് കോഴിക്കോട്? അപ്പം അതെന്നാണ് ഞങ്ങൾ അതിൻ്റെ ഒരു പുഷ് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യുന്നത്. WTC വരുന്നതോടുകൂടെ സ്വാഭാവികമായിട്ടും ഒരുപാട് കമ്പനീസ്, ആസ് യു സെഡ്, വി ഹാവ് എ ലോട്ട് ഓഫ് എൻക്വയറീസ് ഓൾറെഡി, സ്ട്രോങ് എൻക്വയറീസ് ഫ്രം ദി MNC കമ്പനീസും ഓരോ ബാക്ക് എൻഡ് ഓഫീസസും GCCസും എല്ലാം നമുക്ക് വി ഹാവ് ഓൾറെഡി ഗെറ്റിംഗ് എൻക്വയറീസ് ഫ്രം ഓൾ ഓവർ ദ വേൾഡ്. അങ്ങനത്തെ കമ്പനീസിനെ കാലിക്കറ്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ചെറിയ കാര്യമല്ല. ഈ പറഞ്ഞ പോലെ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നല്ലൊരു MNC കമ്പനീനെ നമ്മൾ അപ്രോച്ച് ചെയ്തിട്ട് അവരൊരിക്കലും മാവ് റോട്ടിലോ അല്ലെങ്കിൽ ചെറുട്ടി റോട്ടിലോ അല്ലെങ്കിൽ ബീച്ചിലോ പോയിട്ട് ഒരു നോർമൽ ഓഫീസ് സ്പേസ് എടുക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ആ കമ്പനീസ് ഇപ്പോൾ ഇല്ലാത്തതും കാലിക്കറ്റ്. സോ വാട്ട് we should minimum requirement for such companies to come into a city is basic infrastructure, a grade A office space. അതാണ് ഈ WTC കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നു. അപ്പം ആൻഡ് ഇത് വരുന്നതോടുകൂടെ അതിൻ്റെ ഫസ്റ്റ് അവർ ഓൾമോസ്റ്റ് നമ്മൾ പണി കഴിഞ്ഞു. നമ്മൾ ലോഞ്ച് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നൊരു തുടങ്ങിയിട്ട് 4 months ആവുന്നേ ഉള്ളൂ. ആൻഡ് ദ ഫസ്റ്റ് അവർ വി ആർ ഓൾമോസ്റ്റ് കംപ്ലീറ്റിംഗ് ദ സ്ട്രക്ചർ, ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. വി ആർ ഓപ്പണിംഗ് ഇൻ അനദർ 2 months നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ഓപ്പൺ ചെയ്യാൻ പോവാണ്. അപ്പം അതാണ് ആ ഒരു സ്ട്രോങ് പേസിലാണ് നമ്മൾ, ഫാസ്റ്റ് പേസിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് വി ഡോണ്ട് വോണ്ട് ടു slow down. We want to bring in more and more such projects to Kerala. They are different, especially Calicut, but not just Calicut. We want to bring in such projects to Kerala. ആ ഓപ്പർച്യൂണിറ്റി ടാപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അത് ഹ്യൂജ് സക്സസ് ആവട്ടെ എന്ന് നമ്മളെ ഭാഗത്ത് നിന്ന് KF-ന്റെ ഭാഗത്ത് നിന്ന് ആശംസ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഹൈലൈറ്റ് ഗ്രൂപ്പിന്റെ ഒരു ബിസിനസ് വെർട്ടിക്കൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യു ഹാവ് റിയൽ എസ്റ്റേറ്റ് ഉണ്ട്, F&B ഉണ്ട്, ഹോസ്പിറ്റാലിറ്റി ഉണ്ട്, എഡ്യൂക്കേഷൻ ഉണ്ട്, അങ്ങനെ എല്ലാ വെർട്ടിക്കൽസും നമ്മൾ കൈവച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങളൊരു മൊത്തത്തിലൊരു മൈക്രോ ലെവലിൽ നിങ്ങളൊരു അനലിറ്റിക് കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഐ ഫൈൻഡ് ഇസ് കറക്റ്റ് ആണോന്ന് അറിയില്ല, ഒരു എല്ലാ മേഖലയിലും, ഈവൻ ഇറ്റ് ഇസ് എന്റർടൈൻമെന്റ് സെക്ടറിലാണെങ്കിൽ പോലും ഒരു വേൾഡ് ക്ലാസ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് മാറ്റാൻ വേണ്ടിയുള്ള ഒരു ശ്രമം എവിടെയോ ഒരു ഡെലിബറേറ്റ് ശ്രമം നടക്കുന്ന പോലെ, ഒരു ഫ്രഷ് എക്സ്പീരിയൻസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് പോലെ, അത് മാളിലാണെങ്കിലും നിങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് പ്രൊജക്റ്റിലാണെങ്കിലും ഈവൻ നമ്മൾ പലാക്സി ആണെങ്കിലും ശരി, ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്ന രീതിയിൽ, അതുപോലെ തന്നെ ഒരു ലോങ് ടേം ഒരു കം ആൻഡ് ഗോ എന്നുള്ളതിന് അപ്പുറത്തേക്ക് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നത് പോലെയും ഇത്രയും വലിയൊരു ക്യാപിറ്റൽ ഇന്റൻസീവ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ മുകളിൽ അത്രയും ട്രസ്റ്റ് കീപ്പ് ചെയ്യുന്നത് പോലെയൊക്കെ ഒരു അണ്ടർലൈൻ ഫാക്ടേഴ്സ് ഇതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റിയ പോലെ തോന്നി. ഞാൻ കറക്റ്റ് ആണോ എന്ന് അറിയില്ല, നിങ്ങളാണ് പറയേണ്ടത്. ഇത്തരം ക്യാപിറ്റൽ ഇന്റൻസീവ് ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ വളരെ ലോങ് ടേം വിഷനോട് കൂടി ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? നമ്മളിപ്പം ഇത്രയും ആസ്പിറൻസ് ആയിട്ടുള്ള ആളുകൾക്ക് ഹൈലൈറ്റിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഈ സ്ട്രെങ്ത് എങ്ങനെയാണ് നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റുക, അതെങ്ങനെ ഒരു സസ്റ്റൈനബിൾ ആയിട്ട് നിലനിർത്താൻ പറ്റും എന്നുള്ളൊരു അഡ്വൈസ് കൊടുക്കാനുണ്ടെങ്കിൽ? സോ ഐ തിങ്ക് ഇന്ന് നിങ്ങൾ കാണുന്ന ഹൈലൈറ്റ് ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ഈ പറഞ്ഞ പോലെ എല്ലാ ഡിവിഷൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. This year is very special to us because ഈ വർഷം 2026 we are completing 30 years of highlight, 30 years of legacy. അപ്പോൾ ഇന്ന് നിങ്ങൾ കാണുന്ന ഹൈലൈറ്റിൻ്റെ പിന്നിലെന്ന് പറഞ്ഞാൽ 30 വർഷത്തെ ഹാർഡ് വർക്ക്, ബ്ലഡ്, സ്വെറ്റ്, അങ്ങനെ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ്, അങ്ങനെ ഒരുപാട് ജേർണി ത്രൂ കഴിഞ്ഞിട്ടാണ് ഇന്ന് നിങ്ങൾ കാണുന്ന ഹൈലൈറ്റിലേക്ക് എത്തി നിൽക്കുന്നത്. അപ്പം ഇറ്റ്സ് ഡെഫിനറ്റ്ലി എ ലോങ് ടേം കമ്മിറ്റ്മെന്റ്. ഇപ്പോൾ ഈവൻ ഇനി എടുക്കാൻ പോകുന്ന പ്രോജക്ട്സ് ആണെങ്കിലും ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണെങ്കിൽ ഇറ്റ്സ് എ ലോങ് ടേം കമ്മിറ്റ്മെന്റ്. നമ്മൾ ഒരിക്കലും ഇന്ന് ചെയ്തത് നാളെ എക്സിറ്റ് ചെയ്യാന്നല്ല. എനിക്കൊന്ന് കഴിഞ്ഞ സെഷനിൽ പറയുന്നുണ്ടായിരുന്നു, കുറേ സ്റ്റാർട്ടപ്സ് ആൾക്കാർ വരുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നത് എങ്ങനെ എക്സിറ്റ് ചെയ്യാം, എങ്ങനെ IPO പോവാം, എങ്ങനെ വാല്യൂഷൻ കൂട്ടി, ആൻഡ് ഐ ടോട്ടലി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദിസ് വാല്യൂഷൻ പാർട്ട്. അപ്പോൾ എങ്ങനെ എക്സിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ബിസിനസ് തുടങ്ങുന്നത്. അപ്പം വി നോട്ട് ഹിയർ ഫോർ ദാറ്റ്. ഞങ്ങൾ എന്തായാലും ലോങ് ടേം കമ്മിറ്റ്മെന്റ് ഇത് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളത് മാത്രമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതാണ് ഈ വേൾഡ് ക്ലാസ് ഇൻഫ്രാസ്ട്രക്ചറും ഈ പറഞ്ഞ പോലെ ഇന്നത്തെ റിക്വയർമെന്റ് അല്ല ഞങ്ങൾ നോക്കുന്നത്. ഇപ്പം വേൾഡ്സ് ബിഗ്ഗസ്റ്റ് WTC കോഴിക്കോട് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ഇന്ന് അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ വി ആർ ലുക്കിംഗ് അറ്റ് മേ ബി 10, 20, 30 years. വി ആർ നോട്ട് ലുക്കിംഗ് അറ്റ് നെക്സ്റ്റ് ഇയർ. ലുക്കിംഗ് അറ്റ് 10, 20, 30 years ലോങ് ടേം കമ്മിറ്റ്മെന്റ്. അപ്പോൾ അതാണ് ഇപ്പോൾ ഈവൻ ഹൈലൈറ്റ് മോൾ എടുത്ത് നോക്കുകയാണെങ്കിലും when we began 10 years ago, it was open 10 years ago and the planning started 15 years ago. 15 years ago ഹൈലൈറ്റിൻ്റെ സൈസിലുള്ള അത്രയും വലിയൊരു മോൾ കാലിക്കറ്റിന് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യമില്ലായിരുന്നു. ബട്ട് നൗ യു ക്യാൻ സീ, ഇത്ര നേരത്തെ പറഞ്ഞു ട്രാഫിക്കും റഷും, അതാണ് അതിൻ്റെ റെസ്പോൺസ്. ആ പറഞ്ഞ പോലെ ഫോക്കസ് ആണെങ്കിലും when we started the Kerala's first shopping mall, it was not required back then. അങ്ങനെ ഒരു കോൺസെപ്റ്റ് നമുക്ക് ഒരു കമ്പാരിസൺ നടത്താൻ പോലും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ റിക്വയർമെൻറ്റ് എത്രയോ മോൾസ് നമ്മൾ അതിനുശേഷം കാലിക്കറ്റ് മാത്രം ഓപ്പൺ ചെയ്തു. അപ്പം അതാണ് when we look at any projects, ആ ലോങ് ടേം വിഷൻ എന്നാണ് നമ്മളും ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദ കൈൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി, ദ കൈൻഡ് ഓഫ് ജോബ് ക്രിയേഷൻ, ദ കൈൻഡ് ഓഫ് എക്കണോമിക് ക്രിയേഷൻ, എക്കണോമിക് ബൂസ്റ്റ്, അതൊക്കെയാണ് നമ്മൾ ലോങ് ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെന്താണ് എനിക്കൊന്ന് തീർച്ചയായിട്ടും. ഓക്കെ, തീർച്ചയായിട്ടും കോഴിക്കോടിന്റെ മുഖച്ഛായ മാറ്റിയതിൽ ഹൈലൈറ്റിന് തീർച്ചയായിട്ടും വളരെ വ്യക്തമായിട്ടൊരു പങ്കുണ്ട്. ഞാൻ താങ്ക് യു ഫോർ ദാറ്റ്. നിങ്ങളുടെ വിഷനും അതുപോലെ തന്നെ ഈ ഒരു പെർസിസ്റ്റന്റ് ആയിട്ടുള്ള എഫേർട്ടും തന്നെയാണ് അതിന് കാരണമായിട്ടുണ്ടാവുകയും ചെയ്യുക. ഹൈലൈറ്റിന്റെ ഒരു ബൂമിംഗ് സെഷൻ സമയത്താണെങ്കിൽ പോലും ഇപ്പോഴും അതെ
കമ്പനി ഗ്ലോബലി പോകണമെന്നുണ്ടെങ്കിൽ മെട്രോ സിറ്റീസിലേക്ക് നമ്മൾ റീലൊക്കേറ്റ് ചെയ്യണം, നമ്മളെ പൊസിഷനിങ് ആ രീതിയിലേക്ക് മാറ്റണം എന്നുള്ള രീതിയിലേക്ക് ആളുകൾ ചിന്തിക്കുന്ന സാഹചര്യം ഇപ്പോഴും ഉണ്ട്. ആ ഒരു സാഹചര്യത്തിൽ പോലും നമ്മുടെ കോഴിക്കോട് പോലുള്ളൊരു നഗരത്തിൽ റൂട്ടഡായി നിന്നുകൊണ്ട് റീലൊക്കേഷൻ, നമ്മളൊരു കോർപ്പറേറ്റ് സാധനങ്ങൾ റീലൊക്കേറ്റ് ചെയ്യാതെ ഇവിടെ ഗ്രൗണ്ടാക്കി നിന്നുകൊണ്ട് തന്നെ ഗ്ലോബലി ഗ്രോ ചെയ്യാനുള്ള ഒരു ശ്രമമാണ് ഹൈലൈറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എന്താണ് നിങ്ങൾ ഇന്റേണലി ഒരു ലീഡർഷിപ്പ് പ്രാക്ടീസ് ആണെങ്കിലും ശരി, ക്വാളിറ്റി മാനേജ്മെന്റ് ആണെങ്കിലും ശരി, എന്താണ് ഹൈലൈറ്റ് ഫോളോ ചെയ്യുന്നത്? അല്ലെങ്കിൽ നമ്മളിപ്പം ഇവിടുത്തെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഫൗണ്ടേഴ്സിന് അവരുടെ കമ്പനിയിൽ എന്ത് ക്വാളിറ്റി അല്ലെങ്കിൽ എന്ത് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ആണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? നമുക്ക് ഇവിടെ റൂട്ട് ചെയ്ത് നിന്നുകൊണ്ട് തന്നെ, നമ്മൾ കോഴിക്കോടിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഗ്ലോബലി ഗ്രോ ചെയ്യാനുള്ള എന്ത് ക്വാളിറ്റീസ് ആണ് അവർ ഹൈലൈറ്റിൽ നിന്ന് പഠിക്കേണ്ടത്? അല്ല, കാലിക്കറ്റ് ഇസ് ആ പേഴ്സണൽ ചോയ്സ്. എനിക്ക് തോന്നുന്നത് അത് ഞങ്ങൾക്ക് എന്തോ കാലിക്കറ്റ് കോഴിക്കോടിനോട് ഒരു ഇഷ്ടം കൊണ്ടുതന്നെയാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ കൊച്ചിയിലേക്കോ അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തേക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബാംഗ്ലൂർ ഓർ മേ ബി ദുബായ് അങ്ങനെ ഹെഡ് ക്വാർട്ടർ നമുക്ക് മാറ്റാം. പക്ഷേ വി വോണ്ട് ടു സ്റ്റേ ഗ്രൗണ്ടഡ് ഇൻ കാലിക്കറ്റ്. ദാറ്റ്സ് എ പേഴ്സണൽ ചോയ്സ്. കാരണം ഞങ്ങൾ വി ആർ വെരി കംഫർട്ടബിൾ ഹിയർ. ഇവിടുന്ന് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഗ്ലോബൽ സ്കെയിലേക്ക് പോയിട്ട് ഇപ്പം ബാംഗ്ലൂരോ അല്ലെങ്കിൽ ചെന്നൈയിലോ അല്ലെങ്കിൽ ഈവൻ പുറത്തു പോയിട്ടുള്ള പ്രോജക്ട്സ് ചെയ്യുമ്പം ഇപ്പോൾ ഇതേ WTC ഞങ്ങൾ ബോംബെയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു അത് ചെയ്ത് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, കാലിക്കറ്റിൽ കൊണ്ടുവരുന്ന കിട്ടുന്ന റെക്കഗ്നിഷനും അപ്രിസിയേഷനും സാറ്റിസ്ഫാക്ഷനും ഒരു ഹാപ്പിനെസ് അത് വേറെ തന്നെ ആയിരിക്കും. അതാണ് ഞങ്ങൾ വീണ്ടും വീണ്ടും ആ സ്കെയിൽ പ്രോജക്ട്സ് നാട്ടിൽ കൊണ്ടുവരുന്നത്. അതാണ് എനിക്ക് തോന്നുന്ന ഒരു മേജർ സാധനം. പിന്നെ ലീഡർഷിപ്പ് യു സെഡ് അബൌട്ട് ഗ്ലോബൽ. ഐ തിങ്ക് മെനി ഓഫ് യു ആർ ആസ്പയറിംഗ് ടു ക്രിയേറ്റ് എ ഗ്ലോബൽ ബ്രാൻഡ്. അതിന് വേണ്ടത് എനിക്ക് തോന്നുന്നു ഡെലിഗേഷൻ ഇസ് വെരി മസ്റ്റ് തിങ്. ഗ്ലോബലി നമ്മൾ സ്കെയിൽ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ആ ഒരു ടേൺ ഓവർ വൈസ് സ്കെയിൽ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ എന്ത് രീതിയിലും സ്കെയിൽ ചെയ്യണമെങ്കിൽ ഡെലിഗേഷൻ ഇസ് എ വെരി ബേസിക് തിങ് ലീഡർ ഷുഡ് ഫോളോ. കാരണം നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യാന്ന് പറഞ്ഞ കാര്യം ഒരിക്കലും പോസിബിൾ അല്ല. അപ്പം സ്കെയിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും നമുക്ക് അതൊരു കോർ ടീം സെറ്റ് ചെയ്തിട്ട് യു ഷുഡ് ഡെലിഗേറ്റ് ടു ദ ടീം. അവർക്ക് ആ റെസ്പോൺസിബിലിറ്റി കൊടുക്കുക, അവരെ ജസ്റ്റ് റിവ്യൂ മാത്രം നടത്തുക. എന്നാൽ മാത്രമേ നമുക്കിത് സ്കെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം ഒരു 10 വർഷം മുന്നേ നമ്മളിതെല്ലാം ചെയ്തിരുന്ന കാര്യം ഇന്ന് ഒരിക്കലും നമ്മൾ ചെയ്യുന്നില്ല. അതൊക്കെ ഡെലിഗേറ്റ് ചെയ്ത് അതിൻ്റെതായ ആൾക്കാർക്ക് നമ്മൾ വിട്ട് ഡെലിഗേറ്റ് ചെയ്ത് റെസ്പോൺസിബിലിറ്റി അവർക്ക് കൊടുക്കുക വേണ്ട. അപ്പം എനിക്ക് തോന്നുന്ന സ്കെയിൽ ചെയ്യാൻ ഫസ്റ്റ് തിങ് ഡെലിഗേഷൻ ഇസ് എ മസ്റ്റ് ഫ്രം ദ ലീഡർ സൈഡ്, മാനേജ്മെന്റ് സൈഡ്. ഓക്കെ, അപ്പോൾ വിഷനെ ബാക്ക് ചെയ്യുന്നത് ഇമോഷൻ തന്നെയാണ്. കോഴിക്കോട് റൂട്ട് ചെയ്യാന്നുള്ളത് നമ്മുടെ പേഴ്സണൽ ചോയ്സ് ഇമോഷൻ തന്നെയാണ് അല്ലേ? അപ്പോൾ കോഴിക്കോടുകാർക്ക് എല്ലാവർക്കും ഉള്ളതുപോലെ കോഴിക്കോടിനുള്ള ഒരു മുഹബത്തിന്റെ പുറകിൽ തന്നെയാണ് ഹൈലൈറ്റ് ഇവിടെ റൂട്ടായി നിൽക്കുന്നുള്ളത്. അപ്പം പോസിബിലിറ്റീസ് ഉണ്ട് ഇവിടെ അല്ലേ? ലൈക്ക് ഇവിടെ നമുക്ക് ഇവിടെ റൂട്ട് ചെയ്തുകൊണ്ട് തന്നെ നിൽക്കാൻ ഗ്രോ ചെയ്യാന്നുള്ളതിന് പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളൊരു ലിവിങ് എക്സാമ്പിൾ തന്നെയാണ് ഹൈലൈറ്റ് ഗ്രൂപ്പ്. മൂവിങ് കൊണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് ഇപ്പം കേരളത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടാലൻറ്റ്സ് ഉണ്ട്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. എന്നിരുന്നാലും നമ്മളൊരു ബിസിനസ് സെഗ്മെന്റിലേക്ക് നോക്കുകയാണെങ്കിൽ പലപ്പോഴും പല സ്റ്റാർട്ടപ്പുകളും സ്ട്രഗ്ലിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു ലോ ലെവൽ വർക്കിംഗ് കണ്ടീഷൻസിലാണ് ഉള്ളത്. അത്തരമൊരു സാഹചര്യത്തിൽ ഹൈലൈറ്റ് പോലത്തെ ഒരു ഗ്രൂപ്പ് എന്ത് മൈൻഡ് ഷിഫ്റ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ രീതിയിലേക്ക് വളർന്നിട്ടുള്ളത്? ഒരു എന്ത് മൈൻഡ് ഷിഫ്റ്റിൻ്റാണ് ഇപ്പോൾ ഒരു നോർമലി ഉള്ള ഒരു പ്രാക്ടീസ് മാറി ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിലേക്ക് വളർന്നത്? അതെനിക്ക് തോന്നുന്നത് നമ്മൾ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, എസ്പെഷ്യലി റണ്ണിങ് എ ബിസിനസ് അറ്റ് ദ സ്കെയിൽ. നമ്മളെപ്പോഴും ഡ്രീം ചെയ്യാൻ പഠിക്കുക എന്നുള്ളത് അതാണ് ബേസിക് വേണ്ടത്. എനിക്ക് തോന്നുന്നു ഓരോ ഓൺടർപ്രണേഴ്സ് സ്ട്രഗിൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തുടങ്ങുന്ന ഇത് എങ്ങനെ എക്സിറ്റ് ചെയ്യാം, ഇതിന്ന് എങ്ങനെ ഞാൻ തുടങ്ങുന്ന പ്രൊഡക്റ്റോ ബിസിനസ്സോ ഇതെങ്ങനെ വിറ്റ് പൈസ ആക്കി പോകാന്നുള്ളതാണ് തോന്നുന്നത്. അതന്നതിനെ തെറ്റും. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് തിങ് ആഗ്രഹം വേണം, ഡ്രീം ചെയ്യണം, ആ രീതിയിലുള്ള. എന്നാൽ മാത്രമേ അതിന് ഫോക്കസ് ഓൺ യുവർ പ്രോഡക്റ്റ്. അല്ലാതെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് മാത്രം ഫോക്കസ് ചെയ്യുക, പൈസ മണി പ്രോഫിറ്റ് മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു സ്റ്റെപ്പ് എടുക്കുക എന്നുള്ള. ഇപ്പം ഇത്രയും വലിയ പ്രോജക്റ്റ് കൊണ്ടുവരാനുള്ള ഒരു ഡെയർ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ആ ചാലഞ്ച് എടുക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അതിലേക്ക് ഫോക്കസ് ചെയ്യുക. അതിലൊരു എന്താ പറയുക വെരി ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുക, ഒരു ഡിസ്ട്രാക്ഷൻസും ഇല്ലാതെ വർക്ക് ചെയ്യുന്നതായിരിക്കും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. അതാണ് എനിക്ക് തോന്നുന്നത് മിക്ക സ്റ്റാർട്ടപ്പ് സ്ട്രഗിൾ ചെയ്യാനുള്ള കാരണം എന്ന് തോന്നുന്നു. അതുപോലെ ഞാൻ എവിടെയോ വായിച്ചിരിക്കണം, നമ്മൾ കേരളത്തിൽ ആദ്യമായിട്ട് റെഡിമിക്സ് കോൺക്രീറ്റിംഗ് സംവിധാനം കൊണ്ടുവന്ന് ഹൈലൈറ്റ് കൺസ്ട്രക്ഷൻ വിങ്ങിലേക്കാണ് എന്നുള്ളത്. അതുപോലെ നമ്മൾ ഇപ്പം കേരളത്തിൻ്റെ പൊതുവെയുള്ളൊരു ഒരു സ്വഭാവമാണ് നമ്മൾ എക്കോസിസ്റ്റത്തിനെ കംപ്ലൈൻറ്റ് ചെയ്യുക, നമ്മളെ സിസ്റ്റത്തിനെ കംപ്ലൈൻറ്റ് ചെയ്യുക, നമ്മളെ എൻവയോൺമെൻറ്റിനെ കംപ്ലൈൻറ്റ് ചെയ്യുക എന്നുള്ളത്. അത് നമ്മൾ എൻവയോൺമെൻറ്റിനെ കംപ്ലൈൻറ്റ് ചെയ്യുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? മോർ ലൈക്ക് നമ്മൾ ഇന്റേണലി ഗ്രോ ചെയ്തുകൊണ്ട് ഇപ്പം റെഡിമിക്സ് കൊണ്ടുവരിക എന്നുള്ളത് നിങ്ങളുടെ ആ സമയത്തുള്ള ഒരു ചോയ്സ് ആണ് അല്ലേ? ഇന്റേണൽ സിസ്റ്റം കറക്റ്റ് ചെയ്തുകൊണ്ട് ഇന്റേണലി ഒരു പുതിയ ഒരു അഡോപ്റ്റ് ചെയ്തുകൊണ്ട് വന്ന ഒരു മൂവ്മെന്റ് ആയിരുന്നു ആ സമയത്ത് അതുണ്ടായിരുന്നു. അതുപോലെ ഇന്റേണലി നമ്മൾ എന്തൊക്കെ ചേഞ്ചസ് ആണ്, എന്തൊക്കെ പ്രിൻസിപ്പിൾസ് വാല്യൂസ് ആണ്, ക്വാളിറ്റി എസ്പെഷ്യലി നിങ്ങൾ പല ഇതിലും സാഹചര്യത്തിൽ നമ്മൾ ക്വാളിറ്റി മാനേജ്മെന്റ് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം ഇന്റേണലി അതിന് എത്രത്തോളം ഓർഗനൈസേഷന്റെ ഇൻസൈഡിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് ക്വാളിറ്റി മാനേജ്മെന്റിലും ഈ വേൾഡ് ക്ലാസ് എക്സിക്യൂഷൻ ചെയ്യുന്നതിലും, അപ്പാർട്ട് ഫ്രം ബ്ലെയിമിങ് ആൻഡ് കംപ്ലൈനിങ് അവർ എൻവയോൺമെന്റ്?
എനിക്ക് തോന്നുന്നു ബ്ലെയിം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അതിലേ സമയം ഉണ്ടാവുള്ളൂ. കാരണം ഇപ്പം നമ്മളെപ്പോഴും പല ആൾക്കാരും പറയും കേരളത്തിലെ സാഹചര്യം മോശമാണ്, ആറ്റിറ്റ്യൂഡ് മോശമാണ്, സപ്പോർട്ടില്ല, ഗവൺമെൻറ് പ്രശ്നം, ഓരോ പ്രശ്നം. ഇത് ഏത് സിറ്റിയിൽ പോയാലുണ്ട്. നമ്മൾ ഏത് സിറ്റിയിലും വേൾഡിലെ ഏത് കൺട്രിയിലോ ഏത് സിറ്റിയിൽ പോയാൽ കഴിഞ്ഞാലും ഇതെല്ലാ പ്രശ്നങ്ങളും പല രീതിയിലെ പ്രശ്നങ്ങളായിരിക്കുന്നു മാത്രം. സെയിം പ്രശ്നമായിരിക്കില്ല, പക്ഷെ ഡിഫറെൻറ്റ് പ്രശ്നങ്ങളും പ്രോബ്ലംസും എന്തായാലും ഉണ്ട്. ആൻഡ് സ്പെഷ്യലി ഇപ്പോൾ ഏത് ബിസിനസ് ആണെങ്കിലും വാട്ട് ഇസ് ബിസിനസ്? ബിസിനസ് ഇസ് ഓൾ അബൌട്ട് സോൾവിങ് പ്രോബ്ലംസ്. അപ്പം ഒരിക്കലും ചാലഞ്ച് ഇല്ലാത്ത ഈസി കപ്പ് ഓഫ് കേക്ക് എന്തായാലും ബിസിനസ്സിലില്ല. അപ്പം അതെന്നാണ് മനസ്സിലാക്കേണ്ട ഫസ്റ്റ് തിങ്. അപ്പോൾ ബ്ലെയിം ചെയ്തിട്ട് ഒരിക്കലും കാര്യമില്ല. ആൻഡ് അതെന്നായിരിക്കും എനിക്ക് തോന്നുന്നത്. അപ്പം എപ്പോഴും നമ്മൾ ആ ഒരു ഈവൻ ഞാൻ നേരത്തെ പറഞ്ഞില്ല 30 years വി ആർ കംപ്ലീറ്റിംഗ് 30 years ഓഫ് ഹൈലൈറ്റ്. അന്ന് ഉണ്ടായിരുന്ന കോർ വാല്യൂസ്, അന്ന് നമ്മൾ ഫാദർ സെറ്റ് ചെയ്ത അതേ കോർ വാല്യൂസ് ആണ് ഇന്നും ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. അതിലൊരു ഡൈവേർഷനും കാര്യങ്ങളോ നമ്മൾ വരുത്തിയിട്ടില്ല, അതിലൊരു ചേഞ്ചും വരുത്തിയിട്ടില്ല. ആ കോർ വാല്യൂ സ്റ്റേസ് ദ സെയിം ഈവൻ ആഫ്റ്റർ 3 decades ഓഫ് ഹൈലൈറ്റ് ഓപ്പറേഷൻസ്. അപ്പോൾ അതെന്നായിരിക്കും സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന സമയത്ത് യു സെറ്റ് എ പോളിസി, ഇന്റേണൽ വാല്യൂസും കോർ വാല്യൂസൊക്കെ സെറ്റ് ചെയ്ത് അത് ഒരിക്കലും നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. അത് എത്ര നഷ്ടം വന്നാൽ പോലും എന്ത് ഇഷ്യൂസ് വന്നാലും അതിലൊരു കോംപ്രമൈസ് വരുത്തി കഴിഞ്ഞാൽ കോംപ്രമൈസ് ചെയ്യാനേ സമയം ഉണ്ടാവുള്ളൂ. എപ്പോഴും നമ്മൾ ഓരോ ചാലഞ്ചിനനുസരിച്ച് അത് ചെയ്തു കഴിഞ്ഞാൽ അതിനെ സമയം കാണുള്ളൂ. അപ്പം എപ്പോഴും സ്റ്റിക്ക് ഓൺ ടു യുവർ കോർ വാല്യൂസ് വെനെവർ യു ആർ ഡൂയിങ് ബിസിനസ്, എനി മാർക്കറ്റ്, എനി പ്രോഡക്റ്റ്, ഈവൻ ഇഫ് യു ആർ സ്കെയിലിംഗ് ടു എ ഗ്ലോബൽ സ്കെയിൽ, ജസ്റ്റ് ഡോണ്ട് കോംപ്രമൈസ് ഓൺ യുവർ കോർ വാല്യൂസ്. അത് എനിക്ക് തോന്നുന്നു ഓരോ കോർ വാല്യൂസ് ആർ ഡിഫറെൻറ്റ് ഫോർ എവറിബഡി. ഞങ്ങളതായിരിക്കില്ല ചിലപ്പം ബാക്കിയുള്ള ആൾക്കാരത്. അപ്പം ജസ്റ്റ് ഡിസൈഡ് ഓൺ യുവർ കോർ വാല്യൂസ്. ഓക്കെ, വിഷൻ പ്ലസ് വാല്യൂസ് തന്നെയാണ് ഹൈലൈറ്റ് വളർത്തിയിട്ടുള്ളത് അല്ലേ? 100%. അപ്പം അങ്ങനെ നോക്കുന്ന സാഹചര്യത്തിൽ അപ്പോൾ ഇവിടെ ഒരുപാട് ഫൗണ്ടേഴ്സ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പ് ആസ്പിറൻസ് ആയിട്ടുള്ള ആളുകളുണ്ട്. ഇവർക്ക് ഹൈലൈറ്റിൻ്റെ ഒരു സക്സസ് സ്റ്റോറിയിൽ നിന്ന് എന്താണ് ടേക്ക് അവേ കൊടുക്കാനുള്ളത്? അല്ലെങ്കിൽ ഇവരിപ്പം നമ്മളിപ്പോൾ നേരത്തെ കഴിഞ്ഞ സെഷനിലൊക്കെ പറയണ്ടായിരുന്നു, ഒരുപാട് മിസ്ഇൻഫർമേഷൻസ് ഉണ്ട്, ഒരുപാട് നമ്മൾ അതിൽ നിന്ന് എന്തൊക്കെ അഡോപ്റ്റ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഉള്ളിലേക്ക് എടുത്ത് സ്റ്റാർട്ടപ്പ് ചെയ്യണം. അപ്പം കഴിഞ്ഞ ഒരു ജാമിൽ പോലും ഒരു പോയി പറയുകയുണ്ടായി, ഒരു എന്ത് ചേഞ്ചസ് ആണ് ഫ്യൂച്ചർ ലൈക്ക് പാസ്റ്റിൽ പോയി മെസ്സേജ് കൊടുക്കാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കരുത്, കൈൻഡ് ഓഫ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായി. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ ഈ സ്റ്റാർട്ടപ്പ് ആസ്പിറൻസിലുള്ള ആളുകൾക്ക് ഹൈലൈറ്റിൽ നിന്ന് എന്ത് കാര്യമാണ് അവർക്ക് അവരുടെ ബിസിനസ്സിലേക്ക് അഡോപ്റ്റ് ചെയ്യാനുള്ളത്? എനിക്ക് തോന്നുന്നത് എപ്പോഴും ഒരു വിഷൻ ഉണ്ടാവുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ഇപ്പം നമ്മളെ കേസിൽ പറയുകയാണെങ്കിൽ എപ്പോഴും എവറി ഇയർ ഇപ്പം ഈ വർഷം കൂടെ നമ്മളിപ്പോൾ 2026 നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ. വി ഹാഡ് എ മീറ്റിംഗ്. നമ്മൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ടൊരു ബ്രെയിൻ സ്റ്റോം ചെയ്തിട്ട് ഒരു വിഷൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ എവറി ഇയർ വോട്ട് വി ഡു. ഏത് ഇയർ തുടങ്ങുമ്പോഴും ഞങ്ങളൊരു വിഷൻ സെറ്റ് ചെയ്യും ഫോർ ദാറ്റ് പെർട്ടിക്കുലർ ഇയർ. പ്ലസ് ഞങ്ങളൊരു നെക്സ്റ്റ് ഒരു 5-10 ഇയേഴ്സിലേക്കായിരിക്കും വിഷൻ സെറ്റ് ചെയ്യുക. അതെന്നായിരിക്കണം എനിക്ക് തോന്നുന്നത് എല്ലാ ഫൗണ്ടേഴ്സും ചെയ്യേണ്ടത്. യു ഷുഡ് ഹാവ് എ ക്ലിയർ പാത്ത് ഓഫ് വാട്ട് യു ആർ ഗോയിങ് ടു ഡു ദാറ്റ് ഇയർ ഓർ നെക്സ്റ്റ് 5-10 years. അത് മേ ബി നമ്മൾ പല സമയത്തും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം, സാഹചര്യങ്ങൾ മാറാം. അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാനും പഠിക്കണം എന്നാണ്. പിന്നെ എനിക്ക് തോന്നുന്നു അതെന്നായിരിക്കും അഡാപ്റ്റബിലിറ്റി. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 5-10 വർഷം മുന്നത്തെ ഒരു കാലഘട്ടം അല്ല. വി ആർ ഇൻ എ വേൾഡ് വെയർ ഇറ്റ്സ് മൂവിങ് വെരി റാപ്പിഡ് ആൻഡ് അഗ്രസീവ്ലി. അത്രയും ഫാസ്റ്റായിട്ടാണ് വേൾഡ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അതിനെ അഡാപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ അതിന് ഫോളോ ഔട്ട് ആയി പോകും. അപ്പോൾ എപ്പോഴും നമ്മൾ ഇതിനെ ഓരോ സിറ്റുവേഷൻസിന് അഡാപ്റ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതും നമ്മൾ എന്തിനും റെഡി ആയിരിക്കുക എന്നുള്ളതും ചേഞ്ചസിന് നമ്മൾ അക്സെപ്റ്റൻസ് എന്തായാലും വേണം എന്നുള്ളത് മാത്രമാണ് ചെയ്യാനുള്ളത്. ആൻഡ് യു ഷുഡ് ഓൾവേസ് അപ്സ്കിൽ യുവർ സെൽഫ്. നോളജ് ആണെങ്കിലും നിങ്ങളുടെ ബാക്കി എല്ലാ സ്കിൽസും, സോഫ്റ്റ് സ്കിൽസ്, ഹാർഡ് സ്കിൽസ്, എവറിത്തിങ്. അതിൽ എനിക്കൊന്ന് സ്ട്രീറ്റ് സ്മാർട്ട്നെസ് എന്തായാലും വേണം. ദർ ഇസ് നോ പോയിന്റ് ഓഫ് ഹാർഡ് വർക്കിംഗ്. അതിൻ്റെ ഒരു ബാലൻസ് കണ്ടെത്തിയിട്ട് ആ സ്ട്രീറ്റ് സ്മാർട്ട്നെസ്സും വിഷനും ഉണ്ടെങ്കിൽ ലോകം കീഴടക്കാൻ ഒരു പണിയില്ല. കുറച്ച് ഗുണ്ടായിസം വേണമെന്നാണ് പറയുന്നത് അല്ലേ? ഗുണ്ടായിസം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. റൈറ്റ്. അപ്പോൾ ലൈക്ക് ഹഗേമക് നമുക്ക് കോഴിക്കോടിനെ പറ്റി ഇപ്പോൾ സംസാരിക്കുമ്പോൾ, നമ്മളെ ഫുഡ് കൾച്ചറിനെ പറ്റി സംസാരിക്കുമ്പോൾ നമുക്ക് അത്രത്തോളം 100 നാവാണ്. നമ്മൾ അത്രയും വെറൈറ്റി ഓഫ് ഫുഡ് കൾച്ചറാണ് നമുക്ക് കോഴിക്കോടുള്ളത്. അപ്പോൾ ഹഗേമകിനെ നമുക്ക് മിസ് ചെയ്യാൻ പറ്റില്ല. ഹഗേമകിന് എന്തായാലും സ്പെഷ്യൽ പൊസിഷൻ കൊടുത്തേ പറ്റുള്ളൂ. നമ്മുടെ കോഫി ഷോപ്പ് സെഗ്മെന്റിലേക്ക് നമ്മുടെ വേൾഡ് ക്ലാസ് ഒരു എക്സ്പീരിയൻസ് ആയി മാറിക്കൊണ്ടിരിക്കുന്ന, അത്രയും രീതിയിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡാണ് ഹഗേമക്. അപ്പോൾ ഇപ്പം നമ്മൾ ഇവിടെ ചോദിച്ചു കഴിഞ്ഞാലും ഇതിൽ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ മെജോറിറ്റി ഒരു പൊസിഷൻ ആളുകളെങ്കിലും F&B ഉണ്ടാവും. ഒന്നെങ്കിൽ ക്ലോത്തിങ് അല്ലെങ്കിൽ F&B. അതായിരിക്കും ഒരു മെജോറിറ്റി ആളുകളുടെയും ഒരു സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള ആശയമായിട്ടുണ്ടാവുക. അപ്പോൾ പ്രത്യേകിച്ച് കോഴിക്കോട് പോലത്തെ ഒരു ഫുഡ് കൾച്ചറുള്ള ഒരു സിറ്റിയിൽ ഒരു F&B ബ്രാൻഡുമായിട്ട് മുന്നോട്ട് വരുന്ന സാഹചര്യത്തിൽ വാട്ട് ആർ ദ ഡൂസ് ആൻഡ് ഡോൺസ് ദാറ്റ് ഹഗേമക് ക്യാൻ ഓഫർ ടു അവർ ഫൗണ്ടേഴ്സ് ആസ്പിറൻസ്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹഗമക് ശരിക്കും
യാദൃശികമായിട്ടാണ് ശരിക്കും ഞങ്ങൾ ആ ബിസിനസ്സിലേക്ക് വരുന്നത്. ഞങ്ങൾ ആ ബിസിനസ് പാർക്ക് എല്ലാവരും എനിക്ക് തോന്നുന്നു മെജോറിറ്റി വിസിറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവും. ഹൈലൈറ്റ് ബിസിനസ് പാർക്ക്, അവിടെ നമുക്ക് അഗമഗ് ഔട്ട്ലെറ്റ് വരുന്നുണ്ട്. അവിടെ ശരിക്കും അങ്ങനെ ഒരു ടവർ തുടങ്ങിയപ്പം വെൻ വി അപ്രോച്ച് എ ലോട്ട് ഓഫ് ബ്രാൻഡ്സ്, അന്നത്തെ CCD മുതൽ അങ്ങനെ ഒരുപാട് ബ്രാൻഡ്സ്, ലോക്കൽ ബ്രാൻഡ്സിനൊക്കെ അന്ന് അപ്രോച്ച് ചെയ്ത സമയത്ത് ആരും ആ ഒരു സ്പേസിൽ തുടങ്ങാൻ റെഡി ആയിരുന്നില്ല. കാരണം എല്ലാവർക്കും പേടി, കാരണം ഇങ്ങനത്തെ ഒരു ടവറിൽ എത്ര ആൾക്കാർക്ക് ഉണ്ടാവും, എത്ര സെയിൽ നടത്താൻ പറ്റും, ഇവിടെ ആരാ വരിക, അത് പബ്ലിക്കിനുള്ള ആക്സസ് ഇല്ലാത്ത സ്ഥലമാണല്ലോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും റിജക്ട് ചെയ്ത ഒരു സ്പേസ് ആയിരുന്നു ബിസിനസ് പാർക്കിൽ ഇന്ന് നിങ്ങൾ കാണുന്ന അഗമഗ്. അപ്പം അങ്ങനെ വേറെ ഒരു ഓപ്ഷനും ഇല്ലാത്തതുകൊണ്ട് മാത്രം ഞങ്ങൾക്കാണെങ്കിൽ ലോക്കൽ ബ്രാൻഡ്സ്, പറ്റ ലോക്കൽ ബ്രാൻഡ്സിനെ കൊടുക്കാനുള്ള, കാരണം അതിൻ്റെ പൊസിഷനിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ആദ്യമായിട്ടാണ് കേരളത്തിൽ അങ്ങനത്തെ ഒരു IT പാർക്ക്, ബിസിനസ് പാർക്ക് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ശരിക്കും ഞങ്ങൾ ഈ F&B ഫീൽഡിലേക്ക്, ഹഗമഗ് എന്ന് പറഞ്ഞ ബ്രാൻഡിലേക്ക് ശരിക്കും അന്ന് ഒരു 10 years ago വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു അൺഫോർച്ചുനേറ്റ്, അല്ലാതെ ഞങ്ങളൊരു ഇതുകൊണ്ടല്ല. പക്ഷെ ഞാൻ വീണ്ടും പറയും, F&B ഈസ് എ വെരി, എന്താ പറയുക, അത്രയും ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ഫീൽഡാണ് F&B എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു F&B ഇപ്പം കുറേ പേരുണ്ടെന്ന് പറഞ്ഞു, എല്ലാവർക്കും ആ ആൾക്കാർക്ക് കുറച്ചുകൂടെ കണക്ട് ചെയ്യാൻ പറ്റും. വിത്തൗട്ട് ദ പാഷൻ ഇൻ F&B ഈ കാര്യത്തിൽ ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ഇതൊരു ഡെയിലി പ്രോസസ്സാണ്. F&B എന്ന് പറയുന്നത് ലിറ്ററലി ഡെയിലി പ്രോസസ്സാണ്. നമുക്കിപ്പം എന്നും ഇപ്പം ഇന്ന് കൊടുക്കുന്ന ക്വാളിറ്റിയിൽ നാളെ ഫുഡ് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ F&B ഫെയിൽ ആവും, അല്ലെങ്കിൽ ആ ബ്രാൻഡ് ഫെയിൽ ആവും. അപ്പം എപ്പോഴും നമുക്ക് ആ മിനിമം ക്വാളിറ്റി അഷ്യൂർ ചെയ്യണമെങ്കിൽ വിൽ ഹാവ് ടു ബി ഓൺ ദ ടോസ് ഓൺ എ റെഗുലർ ഡെയിലി ബേസിസ്. അത് ഒരു ദിവസം ഇങ്ങനെ നമ്മൾ മാറി നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. കാരണം അങ്ങനെ ഒരുപാട് ബ്രാൻഡ്സ് ഫെയിലായി പോയിട്ടുമുണ്ട്. അപ്പോൾ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു ഷുഡ് ഹാവ് ദറ്റ് പാഷൻ ഇൻ ദിസ് ഫീൽഡ്. അല്ലെങ്കിൽ ഒരിക്കലും ദാറ്റ്സ് ദ ബേസിക് ഡോണ്ട് വിച്ച് ഐ വിൽ സേ. അത് ഒരിക്കലും ഈ F&B ഫീൽഡിലേക്ക് ആഗ്രഹമോ അല്ലെങ്കിൽ പാഷനോ ഇഷ്ടമില്ലാതെ ഇതിലേക്ക് കടക്കരുതെന്ന് ഞാൻ പറയും. പക്ഷെ ഇന്ന് അഗമഗ് ഞങ്ങളുടെ സൈഡിൽ പറയുകയാണെങ്കിൽ, ഈവൻ ദോ വി സ്റ്റെപ്ഡ് ഇൻ അൺഫോർച്ചുനേറ്റ്ലി, ബട്ട് നൗ വി ഹാവ് 10 outlets അക്രോസ്. ഞങ്ങൾ അത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ലാസ്റ്റ് വീക്ക് we were discussing across all our ventures. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അഗമഗിൽ വി ഹാവ് സെറ്റ് എ വിഷൻ ടു റീച്ച് 100 outlets in the next 5 years. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ 16 outlets we have already confirmed for this year. We'll be closing 30 outlets by end of this year. അപ്പോൾ അങ്ങനെ we are expanding. We have a strong team now in അഗമഗ്. ഞങ്ങൾ നല്ലൊരു സ്കോപ്പ് കോഫി ഷോപ്സിൽ കാണുന്നുണ്ട് കേരളത്തിൽ. ആൻഡ് ഈ പറഞ്ഞ പോലെ തന്നെ വേൾഡ് ക്ലാസ് കോസ്റ്റ കോഫിയോ അല്ലെങ്കിൽ സ്റ്റാർബക്സ് കോഫി എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് ഒരു ഫ്രാക്ഷൻ ഓഫ് ഇതിൽ ഞങ്ങൾ എല്ലാ സിറ്റീസിലേക്കും എല്ലാ ടൗൺസിലേക്കും കേരളത്തിൻ്റെ പല ഭാഗത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ആ ബ്രാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഐ തിങ്ക് അതാണ് എനിക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. ഫസ്റ്റ് ആൻഡ് ഓൺലി തിങ് വിച്ച് ഐ വിൽ സേ, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം F&Bയിലേക്ക് ഇറങ്ങുക എന്നുള്ളത്. കോഴിക്കോടിന്റെ സ്റ്റാർബക്കായി ഹഗമഗ് മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. ഓക്കെ, അടുത്ത ഒരു സെഗ്മെന്റിലും കൂടെ ഇപ്പം ഹൈലൈറ്റ് ഗ്രൂപ്പ് കൈവയ്ക്കുകയാണ് ഹോസ്പിറ്റാലിറ്റി, അല്ലേ? അപ്പം ഹോസ്പിറ്റാലിറ്റിയിൽ കിടക്കുന്ന സമയത്ത് ഇപ്പോൾ എസ്പെഷ്യലി ഇൻ കാലിക്കറ്റ് മാർക്കറ്റിലേക്ക് നോക്കുക, നമുക്ക് ഒരുപാട് ഹോസ്പിറ്റൽസ് ഉണ്ട്. അതൊന്നും കൂടാതെ ഇപ്പോൾ നമ്മളെല്ലാവരും ഒരു സ്കെയറി ഡേഞ്ചറസ് ആയിട്ട് നോക്കുന്നൊരു സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് മൾട്ടിനാഷണൽ കോർപ്പറേറ്റ്സ് നമ്മുടെ ഹോസ്പിറ്റൽ സെഗ്മെന്റിൽ എസ്പെഷ്യലി ഇൻ കാലിക്കറ്റ്, കേരള ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള രീതിയിലാണ്. അപ്പം നമ്മളതിനൊരു ഡേഞ്ചറസ് ആയിട്ട് കാണേണ്ടതുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ വെൽക്കം ചെയ്യാണോ വേണ്ടത്? എന്താണ് ഒരു മൾട്ടിനാഷണൽ കോർപ്പറേറ്റ്സ് നമ്മുടെ ഹോസ്പിറ്റാലിറ്റി സെഗ്മെന്റിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നൊരു ഡേഞ്ചറസ് സിറ്റുവേഷൻ? ഐ തിങ്ക് അതിപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് അതിൻ്റെ ചർച്ച ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്. ഇത് ഭയങ്കര കോർപ്പറേറ്റ് രീതിയിലേക്ക് പോകുന്നോ, മെഡിക്കൽ രീതിയിൽ എങ്ങനെ അത് ബാധിക്കുന്നില്ല. ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് ഇൻ എ വേ ഇറ്റ്സ് എ പോസിറ്റീവ് തിങ്. കാരണം ഒന്ന്, ഇങ്ങനത്തെ വലിയ കോർപ്പറേറ്റ് കമ്പനിയുടെ ഇൻവെസ്റ്റ്മെന്റ്സ് വരിക എന്ന് പറഞ്ഞാൽ കോഴിക്കോടിൻ്റെ ഒരു റെക്കഗ്നിഷൻ, അല്ലെങ്കിൽ ഇപ്പോൾ കാലിക്കറ്റിലേക്കാണ് മേജർ ഇൻവെസ്റ്റ്മെന്റ്സ് വേൾഡ് വൈഡ് US ബേസ് ചെയ്തിട്ടുള്ള അവർ വന്നിട്ടുള്ള KKR വന്നിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഗ്ലോബൽ റെക്കഗ്നിഷൻ കാലിക്കറ്റിന് ഭയങ്കര പോസിറ്റീവാണ്. സെക്കൻഡ് തിങ്, ഇങ്ങനത്തെ കോർപ്പറേറ്റ്സ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ക്വാളിറ്റി വിൽ ഇൻക്രീസ്, ദ മെഡിക്കൽ ക്വാളിറ്റി വിൽ ഡെഫിനറ്റ്ലി ഇൻക്രീസ് ഇൻ സച്ച് ഹോസ്പിറ്റൽസ്. അപ്പോൾ അതിൻ്റെ ഒരു ബാലൻസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പം വി നീഡ് ടു ഹാവ് എ ബാലൻസ്. ഐ മീൻ അതൊരു മൊണോപ്പൊളിയിലേക്ക് കൊണ്ടുവരാതെ ഒരു കംപ്ലീറ്റ്ലി ഒരു കോർപ്പറേറ്റ് രീതിയിലേക്ക് കൊണ്ടുവരാത്ത സാഹചര്യം ആണെങ്കിൽ, ബാലൻസ് ആണെങ്കിൽ, ഐ തിങ്ക് ഇറ്റ്സ് എ വെരി പോസിറ്റീവ് സൈൻ. കാരണം എപ്പോഴും അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർക്ക് അതിൻ്റെ ഒരു കോമ്പീറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി കൂട്ടുക എന്നുള്ളതായിരിക്കും എല്ലാവരും കോമ്പറ്റീഷൻ. അല്ലാതെ പ്രൈസ് കൂട്ടുക അല്ലെങ്കിൽ അതിൻ്റെ ബിൽസിൻ്റെ ഇത് കൂട്ടുക എന്നല്ല, ആ ക്വാളിറ്റി കൂട്ടുക എന്നായിരിക്കും. എന്നാലേ ഹോസ്പിറ്റൽസിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും പബ്ലിക് ഹോസ്പിറ്റൽസ് ആണെങ്കിലും ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് ആണെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് എല്ലാവരും ക്വാളിറ്റി കൂട്ടാതെ ഒരു രക്ഷയില്ല. അപ്പോൾ ഇറ്റ്സ് എ പോസിറ്റീവ് സൈൻ ഇൻ ദാറ്റ് വേ. അതായിരിക്കും ഇപ്പം നമ്മളും ഈ ഹോസ്പിറ്റൽ മെഡിക്കൽ ഫീൽഡിലേക്ക് വരുന്നുണ്ട്. വി ആർ സ്റ്റാർട്ടിങ് എ ന്യൂ ബ്രാൻഡ് L&I Mother and Child Hospital. Plus we are launching a new wellness center next month.
അപ്പം അത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇതൊരു മെഡിക്കൽ ടൂറിസം ഹബ്ബാക്കി മാറ്റുക എന്നുള്ളതാണ്. കാലിക്കറ്റിനെ ഒരു മെഡിക്കൽ ടൂറിസം ഹബ്ബാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വി ആർ ഓൾസോ സ്റ്റെപ്പിംഗ് ഇൻ ടു ദിസ്. അതിൻ്റെ സ്കോപ്പ് ഉണ്ട്. അപ്പം വിൽ ഹാവ് എ ലോഡ് ഓഫ് ഡൊമസ്റ്റിക് ടൂറിസം ആൻഡ് ഇന്റർനാഷണൽ ടൂറിസം. ആസ് യു ക്യാൻ സി ലോഡ് ഓഫ് പീപ്പിൾ കമ്മിങ് ഇൻ ടു കാലിക്കറ്റ് ജസ്റ്റ് ഫോർ ഓർ മലപ്പുറം കോട്ടക്കലോ അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് സ്ഥലത്ത് വെൽനെസ്സിന് വേണ്ടി മാത്രം നമുക്ക് അത്രയും പേരാണ് ഇങ്ങോട്ട് ഫ്ലോയിങ് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ്സ് എ പോസിറ്റീവ് സൈൻ ഇൻ ദാറ്റ് വേ ഓൾസോ. അപ്പോൾ അത് കണക്ട് ചെയ്തിട്ട് ഒരുപാട് എക്കണോമി ബൂസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സോ ഐ തിങ്ക് ഇറ്റ്സ് കൈൻഡ് ഓഫ് എ പോസിറ്റീവ്. നമുക്ക് ഏകദേശം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. വളരെ ലോങ് ടേം ആയിട്ടുള്ള വിഷനും അതുപോലെ തന്നെ ക്ലാരിറ്റിയും നമ്മളെ ആളുകളിലുള്ള ഒരു ലോങ് ടേം റിലേഷൻഷിപ്പും തന്നെയാണ് ഹൈലൈറ്റിനെ ഇന്നത്തെ രീതിയിലേക്ക് വളർത്തിയിട്ടുള്ളത്. അപ്പം ഫൗണ്ടേഴ്സിൻ്റെ അടുത്തുള്ള ഒരു ടേക്ക് അവേയും എന്താണ് എന്ന് കൺക്ലൂഡ് ചെയ്യാൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കോഴിക്കോട് പോലുള്ളൊരു സിറ്റിയിൽ ഗ്രൗണ്ടഡ് ആയി നിന്നുകൊണ്ട് തന്നെ വി ക്യാൻ ഗ്രോ ഗ്ലോബലി എന്നുള്ളതാണ്. അത് നമുക്കൊരു ലൈവ് എക്സാമ്പിൾ തന്നെയാണ് ഹൈലൈറ്റ് ഗ്രൂപ്പിന്റെ സക്സസും അവരിന്ന് എത്തി നിൽക്കുന്ന ഒരു ഉയർച്ചയും. സോ വി ക്യാൻ മൂവ് ഓൺ ടു ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 1 or 2, 3 ക്വസ്റ്റ്യൻസ് നമുക്ക് എടുക്കാം. ഹലോ, അപ്പം എൻ്റെ പേര് ജോഹർഷ. അപ്പം എനിക്ക് ഈ കൺസ്ട്രക്ഷൻ ഫീൽഡായിട്ട് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി ഒക്കെ നോക്കുമ്പോൾ. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരാളൊരു കൺസ്ട്രക്ഷൻ ഫീൽഡ് അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ റിയൽ എസ്റ്റേറ്റ് ഫീൽഡിലേക്ക് കയറുന്നതിന് മുമ്പ് എന്തൊക്കെ സ്കിൽസ് അയാൾക്ക് ഓൾറെഡി പ്രോസസ്സ് ചെയ്യണം അല്ലെങ്കിൽ അറിഞ്ഞിരിക്കണം എന്നാണ്. പിന്നെ എനിക്ക് ചോദിക്കാനുള്ള വെച്ചാൽ, നിങ്ങൾ ഈ ഹൈലൈറ്റ് ഗ്രൂപ്പ് തുടങ്ങിയതിന് ശേഷം ഒരു എത്ര വർഷം എടുത്ത് ഏകദേശം ഒന്ന് ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ബിസിനസ്? അതാണ് എനിക്ക് ചോദിക്കാം. താങ്ക് യു. ഞാൻ പറയുന്നത് ഒന്ന്, കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിന്ന് മാത്രമല്ല ഏതൊരു ബിസിനസ്സിലേക്ക് വരുന്നതിൻ്റെ ബേസിക് ആവശ്യം എന്ന് പറഞ്ഞാൽ പാഷൻ ഉണ്ടാവുക, ആഗ്രഹം ഉണ്ടാവുക എന്നുള്ള. ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ എന്തും സാധിക്കും. ഞാൻ ആക്ച്വലി ഒരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഒന്നും വന്ന ആളല്ല. ഐ ഹവ് സ്റ്റഡിഡ് ബിസിനസ് മാനേജ്മെന്റ്. അത് കഴിഞ്ഞിട്ട് വന്നാണ്. എനിക്ക് ഒരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഐ എം എ ബിൽഡർ നൗ. അപ്പം ഞാൻ ഓരോ പ്രോജക്ട്സ്, അപ്പോൾ അത് ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ പഠിച്ചെടുത്ത സ്കിൽസാണ്. ഞാൻ വന്നതിന് ശേഷം എനിക്ക് ചാൻസ് കിട്ടുന്ന സമയത്തൊക്കെ ഐ എം ലേണിംഗ് ന്യൂ സ്കിൽസ് എപ്പോഴും. അതിപ്പോഴും ഞാൻ ഓരോ സ്കിൽസ് പഠിച്ചുകൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു പേപ്പർ എടുത്തിട്ട് എന്നോട് 1 മിനിറ്റ് സംസാരിക്കാൻ ഐ വോണ്ട് ബി ഏബിൾ ടു ഡു ഇറ്റ്, ബട്ട് ഐ എം ട്രൈങ് മൈ ബെസ്റ്റ് ടു ഇംപ്രൂവ് മൈ സ്കിൽസ് ഓൺ എ ഡെയിലി ബേസിസ്. അപ്പം ആഗ്രഹം ഉണ്ടെങ്കിൽ ഏത് സെക്ടർ, കൺസ്ട്രക്ഷൻ എന്നല്ല ഏതൊരു ബിസിനസ്സും എന്ത് സ്കിൽസും പഠിച്ചെടുക്കാൻ പറ്റും, ലോകം കീഴടക്കാൻ പറ്റും. ചെറിയ കാര്യമല്ല അത്. ഞാൻ പറയാം, നമ്മളെപ്പോലത്തെ മനുഷ്യന്മാരാണല്ലോ വേൾഡ് വൈഡ്. ഇപ്പം എലോൺ മസ്ക് ആണെങ്കിലും ഏതൊരാളാണെങ്കിലും ഏത് ഫീൽഡും ഇതേപോലത്തെ മനുഷ്യന്മാരാണ്. അപ്പം ആഗ്രഹം ഉണ്ടാവുക എന്നുള്ളതാണ് ബേസിക് തിങ്. ആൻഡ് സെക്കൻഡ് തിങ്, ടേക്ക് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ഇത് കഴിഞ്ഞ 30 വർഷമായിട്ടുള്ള ഒരു ഗ്രോത്ത് സ്റ്റോറിയാണ്. എല്ലാ പ്രാവശ്യം നമുക്ക് ഇതിനൊരു എന്താ പറയുക, ഒരു ബെഞ്ച് മാർക്ക് ഇല്ലല്ലോ. അപ്പം ഇന്നും വി ആർ നോട്ട് ഹാപ്പി വിത്ത് വി ആർ. നാളെ ഞാൻ പറഞ്ഞല്ലോ വി നോട്ട് ഹാപ്പി. അത് എന്നാണോ നമ്മൾ ഹാപ്പി ആവുന്നത് അന്ന് ഗ്രൂപ്പ് കഴിഞ്ഞു. ഹൈലൈറ്റിൻ്റെ ലാസ്റ്റ് അതായിരിക്കും. കാരണം നമുക്ക് എപ്പോഴും ആഗ്രഹം ഉണ്ടാവുന്നല്ല. ഇന്ന് നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നാളെ നമുക്ക് ഇവിടെ എത്തണം എന്നുള്ള ഒരു ആഗ്രഹം എപ്പോഴും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഗ്രോത്ത്, നോ? അപ്പം അതായിരിക്കണം എപ്പോഴും നമുക്ക് വേണ്ടത്. നമ്മൾ വി ഷുഡ് നെവർ ബി സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് എവർ വി ഹാവ്. എപ്പോഴും നമുക്ക് അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഡ്രൈവും ഒരു ആഗ്രഹം ഒരു ഇതില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു വി വോണ്ട് ഹാവ് ഗ്രോത്ത്. നമ്മളെപ്പോഴും സാറ്റിസ്ഫൈ ചെയ്ത് കംഫർട്ട് സോണിൽ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ കാലാകാലം അങ്ങനെ നിൽക്കലേ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള ആൾക്കാർ അത് മേലെ കയറി പോയിട്ടുണ്ടാവും. സാർ, ഇർഷാദാണ്, നിലമ്പൂരാണ് സ്ഥലം. ആദ്യമായിട്ടൊരു താങ്ക്സ് പറയാണ്. കോഴിക്കോട് പോലുള്ളൊരു വലിയ സിറ്റിയിൽ ഹൈലൈറ്റ് മാൾ നിങ്ങൾ നിർമ്മിച്ചു. അതുപോലെ തന്നെ ഞങ്ങളുടെ നാടും നിങ്ങൾ ഒരു വലിയൊരു മാള് ഉണ്ടാക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. എന്തുകൊണ്ട് നിലമ്പൂർ എന്നുള്ളൊരു ഉത്തരം കിട്ടാനാണ് ഞാനിപ്പോൾ എണീറ്റ് നിന്നത്. എനിക്ക് നിലമ്പൂരിൽ നിന്ന് വേറെ ആൾക്കാരുണ്ടോ അല്ലെങ്കിൽ എന്തുകൊണ്ട് നിലമ്പൂർ? ഞാൻ നേരത്തെ പറഞ്ഞ സെയിം ആൻസർ. ഫോക്കസ് ഒരു 20 വർഷമായിട്ട് ഫോക്കസ് സ്മോൾ ഓപ്പറേഷനാണ്. 25 വർഷം മുന്നേ തുടങ്ങിയ ഒരു പ്രോജക്റ്റ് ആയിരുന്നു ഫോക്കസ് മാൾ. 25 വർഷം മുന്നേ ഡിസൈനും നമ്മൾ അതിൻ്റെ പ്ലാനിങ്ങും സ്റ്റാർട്ട് ചെയ്തിരുന്നു. അന്ന് കാലിക്കറ്റ് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അതേ ചോദ്യം തന്നെയാണ് നിങ്ങൾ ഇന്ന് എന്തുകൊണ്ട് നിലമ്പൂർ എന്ന് ചോദിക്കുന്നത്. സെയിം ക്വസ്റ്റ്യൻ, സെയിം ആൻസർ. ഐ തിങ്ക് ഞാൻ പറഞ്ഞില്ല, ഇന്നത്തെ റിക്വയർമെന്റ് അല്ല നമ്മൾ നോക്കുന്നത്, ഒരു ലോങ് ടേം വിഷനാണ്. വി ആർ നോട്ട് ലുക്കിംഗ് അറ്റ് നെക്സ്റ്റ് ഇയറോ. ഇപ്പോൾ നിലമ്പൂരിന് അതിൻ്റെ ആവശ്യമുണ്ടോന്നല്ല. പ്ലസ് നിലമ്പൂർ ഞാൻ പറഞ്ഞല്ലോ, പണ്ടും നിലമ്പൂരിനൊരു പ്രധാനമുള്ളൊരു സ്ഥലമായിരുന്നു. ഒരുപാട് പേര് ടൂറിസം ഇതൊക്കെ വന്ന് ഒരു നിലമ്പൂർ എന്ന് പറഞ്ഞാൽ അത്രയും ആൾക്കാർ, ഇപ്പം നിങ്ങൾ ഇപ്പോഴത്തെ സ്റ്റാറ്റ്സ് എടുത്ത് നോക്കിയാലും ഒരുപാട് പേര് വരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞാൽ ഈ ഓർഗനൈസ് റീറ്റെയിൽ, നിങ്ങൾ ഷോപ്പിംഗ് മാൾ എന്ന് പറയുമ്പോൾ എന്താണ് ഇപ്പം നിലമ്പൂർ നോക്കിയാലും ഒരു സ്ട്രീറ്റ്, നിലമ്പൂർ ഒരു ഇതിന്ന് മമ്പാട് കഴിഞ്ഞ് നിലമ്പൂർ അവിടെ നിന്ന് തുടങ്ങി നിലമ്പൂരിന് എൻഡ് വരെ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു എനിക്ക് തോന്നുന്നു 2-3 കിലോമീറ്റർ സ്ട്രെച്ച് മിനിമം 2 സൈഡിലും അത്രയും ഷോപ്സ് ഉണ്ട്.
അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ കസ്റ്റമേഴ്സ് ആഗ്രഹിക്കുന്ന എന്താ, എല്ലാവരുടെ കയ്യിലും 2 വീലറോ 4 വീലറോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ അത് നല്ല രീതിയിൽ പാർക്ക് ചെയ്ത് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഷോപ്പ് ചെയ്ത് പോകാന്നുള്ളതാണ് എല്ലാ കസ്റ്റമറും ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ മോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാ, ഓർഗനൈസ് റീറ്റെയിൽ എന്ന് പറഞ്ഞാൽ ഏതൊരു ഫാമിലിക്കും ഷോപ്പിംഗ് ആവാം, എൻ്റർടൈൻമെൻറ്റ് എല്ലാ രീതിയിലും, ഇപ്പോൾ സിനിമ കാണാം, ഡെയിലി നീഡ്സ് ആയ ഹൈപ്പർ മാർക്കറ്റിൽ വന്ന് ഷോപ്പ് ചെയ്യാം, അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന്. അപ്പം നിലമ്പൂരിൽ വി ഹാവ് ദാറ്റ് കാച്ച്മെൻറ്റ് ഏരിയ. നിലമ്പൂർ മാത്രമല്ല, ഒരു 10-15 കിലോമീറ്റർ സറൗണ്ടിങ്ങിൽ നിന്ന് വരുന്നതാണ് നമ്മളൊരു കാൽക്കുലേഷൻ. അതിനുള്ള പോപ്പുലേഷനും അതിനുള്ള പെർ ക്യാപിറ്റൽ കാര്യങ്ങളും നമ്മളത് സ്റ്റാറ്റ്സിലുണ്ട്. അത് തന്നെയാണ് ഞങ്ങളെ കോൺഫിഡൻസും. അപ്പം ഈ പറഞ്ഞ പോലെ നിലമ്പൂർ മാത്രമല്ല, വി ആർ സ്റ്റാർട്ടിങ്, വി ഹവ് ഓൾറെഡി സ്റ്റാർട്ടഡ് ഇൻ കുന്നംകുളം സ്റ്റാർട്ട് ചെയ്തു. തൃശ്ശൂർ ഇസ് ഓൾറെഡി ഓപ്പറേഷണൽ ആൻഡ് റണ്ണിങ് വെരി സക്സസ്ഫുള്ളി ഫോർ ദ പാസ്റ്റ് 1 year. ചെമ്മാട് നമ്മൾ വെരി ഇമീഡിയറ്റ്ലി ഓപ്പൺ ചെയ്യുന്നുണ്ട്. കൊച്ചിയിൽ ഓൾസോ വി ആർ ഓപ്പണിംഗ്, വി ആർ ലുക്കിംഗ് അറ്റ് മണ്ണാർക്കാടും, അങ്ങനെ ഒരുപാട് സ്ഥലത്ത് നമ്മൾ വി ആർ സ്റ്റാർട്ടിങ് ദിസ് ഓർഗനൈസ് റീറ്റെയിൽ. അതിനുള്ള സാധ്യത ഉണ്ട്. അത് എനിക്കൊന്ന് ഖത്തറിലൊക്കെ അല്ലെങ്കിൽ ഇപ്പം ബാംഗ്ലൂർ നോക്കിയാൽ പോലും, ബാംഗ്ലൂർ ഒരു ഇന്നർ സൈഡിൽ നോക്കിയാൽ പോലും എത്ര ഷോപ്പിംഗ് മാൾസ് ആ ബാംഗ്ലൂർ മാത്രമേ ഉള്ളൂ. അപ്പം എന്തിനാണ് അത്ര ഷോപ്പിംഗ് മാൾസ്? ഒരു ഷോപ്പിംഗ് മാൾ പോരെ. അപ്പം ഇറ്റ്സ് ടു മീറ്റ് ദറ്റ് ബേസിക് നീഡ് ഓഫ് ദ കസ്റ്റമേഴ്സ്. അപ്പം അതിനെന്നെയാണ് ഞങ്ങൾ ഇപ്പം നിലമ്പൂരുള്ള, നിങ്ങൾ ഇപ്പം ഡെയിലി ഹൈലൈറ്റ് മാളിൽ വരുന്നില്ലല്ലോ, കാലിക്കറ്റിൽ വരില്ലല്ലോ, നിങ്ങൾക്ക് ഇനി നിലമ്പൂരുള്ള ഹൈലൈറ്റ് മാളിൽ പോവാം. ആ രീതിയിലായിരിക്കും ഞങ്ങൾ എല്ലാ സിറ്റീസിലും ടൗൺസിലും ഈ ഓർഗനൈസ് റീറ്റെയിൽ കൊണ്ടുവരുന്നു. ഓക്കെ, നമുക്ക് Q&A സെഷൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. നമുക്ക് കോഴിക്കോട് നിന്നുകൊണ്ട് കോഴിക്കോടിനെ കൊണ്ട് പറ്റും ഗ്ലോബലി പോവാൻ എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് നൽകിയ ഹൈലൈറ്റ് ഗ്രൂപ്പ്. നമ്മളെ കൊണ്ടും പറ്റും, ഇവിടെ ഫൗണ്ടേഴ്സ് ആയിട്ട് ആസ്പിറൻസ് ആയിട്ട് വന്നുള്ള ആളുകൾക്കൊക്കെ നമുക്ക് എല്ലാവർക്കും പറ്റും ഗ്ലോബലി ഗ്രോ ചെയ്യാനും ഗ്ലോബലി സ്കെയിലപ്പ് ചെയ്യാനും. അതിനുള്ള പൊട്ടൻഷ്യലും അതിനുള്ള സപ്പോർട്ട് സിസ്റ്റവും എക്കോ സിസ്റ്റവും ഒക്കെ നമുക്കിവിടെ കോഴിക്കോടുണ്ട്. അതിനെ പറ്റിയ ടാലൻസ് ഉണ്ട്. ആകെ വേണ്ടത് ഹൈലൈറ്റ് ഗ്രൂപ്പിനെ പോലെയുള്ള ലോങ് ടേം വിഷനും ഒരിക്കലും നമ്മൾ തമിഴിൽ പറയും വിടാമുയർച്ചയെന്ന്, കൺസിസ്റ്റന്റ് എഫേർട്ടും ലീഡർഷിപ്പ് സ്കിൽസും തന്നെയാണ്. ഹൈലൈറ്റ് ഗ്രൂപ്പിന്റെ അടുത്ത് വരാൻ പോകുന്ന എല്ലാ പ്രൊജക്റ്റുകളിലേക്കും ആശംസ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ സെഷനിൽ ഇവിടെ എത്തിയ KEFന്റെ ഭാഗത്തു നിന്നും നമ്മുടെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്.